ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പ്ലസ് ടുവിലെയും ഡിഗ്രിയിലെയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നോൺ ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്നുള്ളതും ആ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഡെഫിനിഷൻ ഇന്ന് ഞാൻ തരുന്നു. അപ്പൊ എന്നിരുന്നാലും ശരി, നമുക്ക് എല്ലാവരും പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്നും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൽ പ്രോബ്ലങ്ങൾ എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമാണ് എല്ലാവർക്കും. അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങളുടെ ഒരു ബേസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിലെ എല്ലാ വശങ്ങളും നമുക്ക് എളുപ്പമായിരിക്കും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ക്യാപിറ്റൽ, ലയബിലിറ്റി. ആസ് എ ടീച്ചിങ് എക്സ്പീരിയൻസ്, ഞാൻ എവിടെ ടീച്ചിങ് എക്സ്പീരിയൻസിലായാലും എൻ്റെ ഈ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഏത് ക്ലാസ്സിൽ പോകുമ്പോഴും എനിക്ക് എടുക്കാൻ പോകുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് നമ്മൾ ഈ ബേസിന്റെ കാര്യമാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അക്കൗണ്ടിങ്ങിൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് മനസ്സിലാക്കി വെക്കുമ്പോൾ എന്താണ് അതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ബേസ് മനസ്സിലാക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് നമ്മളുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മളുടെ ബിസിനസ് 3 തരം നേച്ചർ ഓഫ് ബിസിനസ് ഉള്ളതാണ്. ഒരു ബിസിനസ്സിൽ 3 തരം സ്വഭാവങ്ങളുണ്ട്. നമ്മളെല്ലാവരും എക്കണോമിക്സിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. +1 പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയും, നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയെ പറയുന്ന പേരാണ് എക്കണോമിക് ആക്ടിവിറ്റി. എന്നാൽ അതേപോലെ തന്നെ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആസ് എ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോഴാണ് അതിനെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. അപ്പൊ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആസ് എ ഗിഫ്റ്റ് ആവുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടും ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഒരു ട്രാൻസാക്ഷൻസോ ഒരു ഇടപാടുകളോ ഒന്നും നടക്കാത്തത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കേണ്ടതോ പറയേണ്ടതോ ആവശ്യമില്ല. ഉദാഹരണത്തിന് വേണമെങ്കിൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയെ കുറിച്ചിട്ട് ഉദാഹരണത്തിന് പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് എന്ത് കൊടുത്തു? ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു വാച്ച് കൊടുത്തു. എന്നാൽ എന്റെ സുഹൃത്ത് എനിക്ക് അതിനൊന്നും തിരിച്ചൊന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്നും ഞാനൊന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. എന്നാൽ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഞാനൊരു സംഭവം കൊടുക്കുമ്പോൾ, ആ ഫ്രണ്ടിനെ തന്നെ എടുക്കാം, ഞാൻ ആ ഫ്രണ്ടിന് വാച്ച് കൊടുക്കുമ്പോൾ ആ വാച്ചിക്ക് പകരമായിട്ട് ക്യാഷോ അല്ലെങ്കിൽ നോൺ ക്യാഷോ ആയിട്ട് തരുമ്പോഴാണ് അതിനെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റിയെ നമ്മൾ 3 തരംതിരിക്കാം: ബിസിനസ്സും, എംപ്ലോയ്മെന്റും, പ്രൊഫഷനും. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആ പോയിന്റ് ശരിക്കും മനസ്സിലാക്കണം. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്നാൽ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കീഴിൽ ജോലി എടുക്കുക. എങ്ങനെ ജോലി എടുക്കും? അതായത് ഒരാളുടെ കീഴിൽ ജോലി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും, ആരുടെ കീഴിലാണോ ജോലി എടുത്തത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന് എംപ്ലോയ്മെന്റ് എന്ന് പറയാം. 3ാമത്തതാണ് പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പ്രൊഫഷൻ. ആസ് എ ഡോക്ടർ, ആസ് എ അഡ്വക്കേറ്റ് ആവുന്ന LLB, ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ആസ് എ CMA, ഇങ്ങനെന്തെങ്കിലും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്താ പറയാ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. ഒന്ന് ആലോചിച്ചൊക്കെ, ബിസിനസ്സിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ലാഭം പ്രതീക്ഷിക്കുന്നു. ഓക്കെ,
എംപ്ലോയി എന്താണ്? ഒരാളുടെ കീഴിൽ ജോലി എടുക്കുമ്പോൾ ശമ്പളം പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ എന്താ പറഞ്ഞത്? ഒരു പ്രൊഫഷൻ. ഡോക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഫീസ് വാങ്ങുന്നു. LLB ആണെങ്കിലും അഡ്വക്കേറ്റ് ആണെങ്കിലും എന്ത് ചെയ്യുന്നു? ഫീസ് വാങ്ങുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിലും അവിടെ എന്ത് വാങ്ങുന്നു? നമ്മൾ ഫീസ് വാങ്ങുന്നു. അപ്പൊ ഇത് എക്കണോമിക് ആക്ടിവിറ്റിയിൽ പറയാനുള്ള കാരണം എന്താണ്? ഈ മൂന്നും ഇത് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് ചെയ്യുമ്പോഴാണല്ലോ ഇത് എന്തെന്ന് പറയുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റിയിൽ 3 കാര്യങ്ങൾ പറഞ്ഞു: ബിസിനസ്സും എംപ്ലോയ്മെന്റും പ്രൊഫഷനും. ഇനി എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് നമ്മൾ പറയുന്നു. അതാണ് ബിസിനസ്. ഇനി നമ്മൾ ഈ 3 കാര്യങ്ങളും, ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം. ഓക്കെ, എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ കച്ചവടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ കച്ചവടമല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിലോട്ട് പോകുമ്പോൾ അതൊരു ബിസിനസ്സാണ്. ഒരു ബിസിനസ് എങ്ങനെയാണാവുക? നമ്മളുടെ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും നമ്മൾ വാങ്ങുന്നു, അല്ലെ? അങ്ങനെ തന്നെയല്ലേ? കാരണം ഒരു കസ്റ്റമർ, നമ്മൾ ഉദാഹരണത്തിന് പറയുന്നുണ്ടെങ്കിൽ ഒരു A എന്ന് പറയുന്ന ഒരു ബിസിനസ്, B എന്ന് പറയുന്ന ഒരു കസ്റ്റമർ എന്താ ചെയ്യുന്നത്? A എന്ന് പറയുന്ന ബിസിനസ്മാന്റെ കയ്യിൽ നിന്നും B എന്ന് പറയുന്ന കസ്റ്റമർ എന്ത് ചെയ്യുന്നു? മൊബൈൽ ഫോൺ വാങ്ങുന്നു. മനസ്സിലായല്ലോ? അപ്പൊ എന്താ അവിടെ ചെയ്യുന്നത്? വാങ്ങുകയാണ് ചെയ്യുന്നത്. ആരുടെ കയ്യിൽ നിന്നും? ബിസിനസ് പേഴ്സന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നു, അല്ലെ? ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു? ബിസിനസ് പേഴ്സന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നു. അപ്പൊ അവിടെ ആര് വിൽക്കുന്നു? ബിസിനസ് വിൽക്കുന്നു. അതാണ് ബൈയിങ് ആൻഡ് സെല്ലിങ്. നമ്മളെല്ലാവരും പറയും എന്താണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വില്ലിംഗ് ടു ബൈ ആൻഡ് റെഡി ടു സെൽ. ഒരാൾ വിൽക്കാൻ തയ്യാറാവുകയും മറ്റൊരാൾ വാങ്ങാൻ അത് വില്ലിംഗ് ആവുന്ന എനിക്ക് കിട്ടിയാൽ കുഴപ്പമില്ല, ആ വില നിയന്ത്രണമായിട്ടുള്ള വിലയാണ്, എനിക്ക് വാങ്ങുന്നതിൽ എനിക്ക് നഷ്ടമില്ല എന്നുള്ളതാണ് വില്ലിംഗ് ടു ബൈ. അതാണ് ബിസിനസ്. അപ്പൊ ശരി, നമ്മൾ എംപ്ലോയി ആവുമ്പോ ഒരു തൊഴിലാളി, അല്ലെ? ഒരു തൊഴിലാളി എന്ന് പറയുമ്പോൾ ഒരാളെ കീഴിൽ ജോലി എടുക്കല്ലേ? ഉദാഹരണത്തിന് A എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ B എന്ന് പറയുന്ന ഒരു തൊഴിലാളി ജോലി എടുക്കുകയാണ്. ഇവിടെ A എന്ന് പറഞ്ഞ ബിസിനസ് B എന്ന് പറഞ്ഞ തൊഴിലാളിയെ വിൽക്കുക, വാങ്ങുക എന്നുള്ള പ്രോസസ്സാണോ? അല്ല. അവിടെ എന്താ ചെയ്യുന്നത്? B എന്ന് പറഞ്ഞ തൊഴിലാളിയെ എന്ത് ചെയ്യാണ്? ജോലി ചെയ്യാണ്. ആസ് എ സർവീസ് എന്ന് പറയും. എന്ത് പറയും? സർവീസ്. സെയിം ആസ് പ്രൊഫഷൻ. അങ്ങനെ തന്നെ. ഇപ്പൊ ഡോക്ടറുടെ കയ്യിൽ നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോവാം, എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഡോക്ടറെ അടുത്ത് പോവാം. ഡോക്ടർ നിങ്ങളെ വാങ്ങിയിട്ട് വിൽക്കല്ല ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഡോക്ടർ നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ ഇതാണ് ബിസിനസ്സും എംപ്ലോയ്മെന്റും പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ ഒരു നാച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് എന്തായിക്കോളും? സിമ്പിൾ ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞു, എന്താണ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു, എന്താണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റീപ്ലൈ തരും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള കാര്യം, ഇനി നമുക്ക് 3 തരം ബിസിനസ്സുകളാണുള്ളത്. നേച്ചർ ഓഫ് ബിസിനസ് 3 തരത്തിലാണ്. അത് ഒന്നാമത്തേതാണ് ട്രേഡിംഗ്. രണ്ടാമത്തേതാണ് മാനുഫാക്ചറിങ്. മൂന്നാമത്തേതാണ് സർവീസിങ്. നമുക്ക് ഓർഡർ മാറ്റി പറയാം. ഒന്നാമത്തത് മാനുഫാക്ചറിങ്, രണ്ടാമത്തത് ട്രേഡിങ്, മൂന്നാമത്തത് സർവീസിങ്. ഇത് എങ്ങനെയാണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറയാം. ഒന്നാമത്തെ മാനുഫാക്ചറിങ്, രണ്ടാമത്തെ ട്രേഡിങ്, മൂന്നാമത്തത് സർവീസ്. ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഇനി എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ, നമ്മൾ ഏത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ട്രിക്സോ അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ പഠിക്കാതെ നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിക്കുന്നവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫർദർ സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, എക്സാമ്പിൾ